നമ്മുടെ നാട്ടിൽ ഒരു നിയമവും കൂടെ കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതും കാണാത്ത എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലരും അഭിമാനം ഓർത്തിട്ട് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വന്ന് പറയാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഈ 2-3 ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു മുസ്ലിം മത പണ്ഡിതൻ ഒരു സഹോദരിയോട് കാണിച്ച ഒരു തെമ്മാടിത്തരം, ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മതത്തിൻ്റെ പ്രശ്നമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മതവിഭാഗത്തിലും, ഇപ്പം ഇസ്ലാം മതത്തിലായാലും ക്രൈസ്തവ മതത്തിലായാലും ഹൈന്ദവ മതത്തിലായാലും എല്ലാ മതത്തിലും ക്രിമിനൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണിയെടുത്ത് ജീവിക്കാൻ സാധിക്കാത്ത ചില വൃത്തികെട്ട നാറികൾ മതത്തെ വിറ്റ് ജീവിക്കുന്നവന്മാരുണ്ട്. അതായത് ഇവനൊക്കെ വലിയ മതപണ്ഡിതന്മാരാണെന്ന് പറയും, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചൂഷണം ചെയ്തും വൃത്തികെട്ട ഓളികൾ കാരണം അത് ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പലരും വീഡിയോകളായിട്ട് വരുന്നത് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. നമ്മുടെ മറുനാടൻ സാജൻ ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കാണണം. ഇതിൻ്റെ അവസാന ഭാഗം നിങ്ങളത് കേൾക്കാതെ പോകരുത്. ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. കൂണുപോലെ മുളച്ച് പൊന്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് മത പുരോഹിതന്മാർ അല്ലെങ്കിൽ മത പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആത്മീയ നേതാക്കന്മാർ പാവം പിടിച്ച ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ എത്രയോ സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു. വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടു. കേരളത്തിൽ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംഭവം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അമ്മമാർ, ഒരുപാട് അച്ഛന്മാർ, സഹോദരിമാർ, ഭാര്യമാർക്കൊക്കെ വലിയൊരു ഗുണം തന്നെയാണ്. കാരണം ഈ ഒരു വിപത്തിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഭാഗമായിട്ട് നിൽക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള വ്യാജന്മാരെയും കൂടെ കണ്ടുപിടിച്ച് അതും കൂടെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതിന് മുൻകൈ എടുക്കേണ്ടതും നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെയാണ്. മറുനാടൻ സാജൻ ചേട്ടൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ അവസാന ഭാഗം നിങ്ങളത് കേൾക്കാതെ പോകരുത്. ഇത് കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. ചാനലുകൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പിൽ ഒരു പീഡനം നടന്നു എന്നതിനെക്കുറിച്ചായിരുന്നു വാർത്ത. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഇടുക്കി കട്ടപ്പനക്കാരനായ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാം, ഒപ്പം തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് 3 മാസം മുമ്പ് അവിടെ എത്തിച്ചെന്നും, എന്നാൽ അവിടെ പഠനം നടന്നില്ല, കട്ടിപ്പണികൾ മാറി മാറി ചെയ്യേണ്ടി വന്നെന്നും, അതിനെ ചോദ്യം ചെയ്തപ്പോൾ മോഷണക്കുറ്റം ആരോപിച്ച് അതിക്രൂരമായി മർദ്ദിച്ചെന്നും ചൂരൽ വരെ ഉപയോഗിച്ച് തല്ലിയതിൻ്റെ പാടുകളുണ്ടെന്നുമൊക്കെ പറഞ്ഞ് ഒരു 17കാരനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നത്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലാണ്. തുടർന്ന് കട്ടപ്പന പോലീസ് കേസെടുത്തു. ആ കേസ് ഇപ്പോൾ പത്തനംതിട്ട പോലീസിന് കൈമാറിയിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പരിശോധനകളും നടന്നിട്ടുണ്ട്. ഈ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. പത്രവാർത്തകൾക്കപ്പുറത്തേക്ക് ഇത് എത്രമാത്രം ശരിയാണെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചിട്ട് പോലീസ് വ്യക്തമായി ഒന്നും പറയുന്നില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നാണ് കട്ടപ്പന പോലീസ് പറയുന്നത്. പത്തനംതിട്ട പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടില്ല. റിപ്പോർട്ടർ ചാനലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെയാവും നടന്നത് എന്നതിന് ഉറപ്പൊന്നുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് വാർത്തയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു രീതി റിപ്പോർട്ടർ ചാനലിന് ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് വാർത്തയുടെ ആധികാരികത അവിടെ മാറ്റിവെക്കുക. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലോ മറ്റ് മാധ്യമങ്ങളോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ പാസ്റ്റർ ബിനു വാഴമുട്ടത്തെക്കുറിച്ച് പറയാത്തത് എന്നാണ്. പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന യേശുക്രിസ്തുവിനെ തൂക്കി വിൽക്കുന്ന ഒരു പാസ്റ്ററാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത്. ബിനുവിന് എന്ത് സംരക്ഷണമാണ് നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും കൊടുക്കുന്നത്? ബിനുവിന്റെ സ്ഥാപനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ 3 ജീവനക്കാരെ പ്രതിയാക്കി കേസെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് ബിനു പ്രതിയായില്ല? അപ്പോൾ പറയും ബിനു അവിടെ ഉണ്ടായിരുന്നില്ല, ബിനു അറിഞ്ഞില്ല എന്ന്. പക്ഷേ ഈ സ്ഥാപനം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കച്ചവടമായി മാറിയിരിക്കുകയാണ് സുവിശേഷം. സുവിശേഷത്തെക്കുറിച്ച് വ്യാഖ്യാനം നടത്തുക, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും, നിങ്ങൾക്ക് പ്രതീക്ഷ കിട്ടും എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വാക്ചാതുരിയോടെ ശ്രമിക്കുക. ഒപ്പം അല്പം തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷ കൂടി നടത്തുക. ആർക്കും സുഖമായി സമ്പന്നനായി ജീവിക്കാൻ പറ്റുന്ന വരുമാനം കിട്ടും. പണം നഷ്ടപ്പെടുന്നത് ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ വസന്തം വരും എന്ന് പ്രതീക്ഷിക്കുന്ന കുറേ പാവങ്ങൾക്ക് നാടുനീളെ ഇത്തരം അദ്ഭുത രോഗശാന്തി ശുശ്രൂഷകരുടെ തട്ടിപ്പ് തുടരുകയാണ്. സജിത് ജോസഫ് എന്നു പേരുള്ള സജിത് കണ്ണൂർ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തി. ഒടുവിൽ പെന്തക്കോസ്ത സഭകളിൽ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ വലിഞ്ഞു കയറി തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നതിനെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരമ്പര തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും അയാളെക്കുറിച്ച് അധികം കേൾക്കാനില്ല. ഇത്തരക്കാർ അങ്ങനെ വേഗത്തിൽ തട്ടിപ്പ് അവസാനിപ്പിച്ച് പോകത്തൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ അധികം പബ്ലിസിറ്റി കൊടുക്കാതെ തട്ടിപ്പ് തുടരുന്നുണ്ടാവും. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പ് ശുശ്രൂഷകനാണ് പത്തനംതിട്ട അടൂർ റോഡിലെ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ പാസ്റ്റർ ബിനു വാഴമുട്ടം. നിരവധി പരാതികൾ ഈ ബിനു വാഴമുട്ടത്തിനെതിരെ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. കോവിഡ് കാലത്ത് സകല ആരാധനാലയങ്ങളും അടച്ചുപൂട്ടിയപ്പോഴും
ഇയാൾ ചിലരുടെ പിൻബലത്തോടെ ആരാധന നടത്തുകയും അതിനെതിരെ പരാതി ഉണ്ടാവുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടാനെത്തിയ പഞ്ചായത്ത് അധികാരികളെ കൈകാര്യം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ കേസുണ്ടായിരുന്നു. വളരെ വിചിത്രമായ സംഗതി, ഓമല്ലൂരിൽ RSSും CPMുമാണ് ഏറ്റവും ശക്തമെന്നതാണ്. ഇവരുടെയൊക്കെ തണലിൽ തന്നെയാണോ ബിനു വാഴമുട്ടം അടിഞ്ഞാടുന്നത് എന്നതാണ് അറിയാനുള്ളത്. CPMുമായി വലിയ ബന്ധമാണ് ദീർഘകാലമായി ബിനു വാഴമുട്ടത്തിനുള്ളത്. നിരവധി ക്രിമിനൽ പ്രവർത്തികളുടെ പേരിൽ ഇതിനോടകം വിവാദമായിട്ടുണ്ട്. പെണ്ണുപിടിക്കാൻ പോയതിന്റെ പേരിൽ നാട്ടുകാർ തടഞ്ഞു വെച്ചത് ഇടക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. അദ്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന തരത്തിൽ വമ്പൻ തട്ടിപ്പുമായി ജീവിച്ചു പോവുകയാണ് ഈ ബിനു വാഴമുട്ടം. ഈ രോഗശാന്തി ശുശ്രൂഷയുടെ ഭാഗമായാണ് ബിനുവിന്റെ അനാഥാലയവും ബിനുവിന്റെ ഇത്തരം ജനങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളും അവിടെ ക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറുന്നു എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. എന്നാൽ രാഷ്ട്രീയ പിൻബലത്തിൽ ഇയാൾ തടിച്ചു കൊഴുത്തു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആറന്മുളയിൽ മത്സരിച്ച മന്ത്രിയായിരുന്ന വീണ ജോർജ് തലയിൽ സാരിത്തുമ്പൊക്കെ വലിച്ച് സങ്കടത്തോടുകൂടി ബിനു വാഴമുട്ടത്തിനൊപ്പം നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. തോൽവി ഭയം കലശലായപ്പോൾ അവസാന അഭയം എന്ന നിലയിൽ വീണ ജോർജ് ബിനു വാഴമുട്ടത്തെ സമീപിച്ചിരിക്കുന്നതായിരുന്നു ഞങ്ങളുടെ അക്കാലത്തെ വാർത്ത. ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടെ ബിനു വാഴമുട്ടം നിയമവിരുദ്ധമായ പ്രവർത്തികളിലൂടെ അഴിഞ്ഞാടുകയാണ്. ഇയാളുടെ കള്ളത്തരങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഡ്രൈവറെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതും ഇയാളെ ചോദ്യം ചെയ്തവരെ ഗുണ്ടാസംഘത്തെ വെച്ച് ആക്രമിച്ചതുമൊക്കെ ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ഒരു മാധ്യമ പ്രവർത്തകനും ഇയാളുടെ ആക്രമണത്തിനിരയായിരുന്നു. വലിയൊരു മാഫിയ തലവനെ പോലെയാണ് ബിനു വാഴമുട്ടം ഈ സുവിശേഷ കച്ചവടം തുടരുന്നത്. പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് അവരുടെ രോഗം മാറ്റാം, പിശാചിനെ ഒഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ് തട്ടിപ്പ്. ആ ബിനു വാഴമുട്ടത്തിന്റെ അതേ വിവാദ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനൽ പോലും ബിനു വാഴമുട്ടത്തിന്റെ പേര് പറയുന്നില്ല. ബിനു വാഴമുട്ടത്തെ പ്രതി ചേർക്കാൻ പോലീസിന് മടി. മാഫിയ പ്രവർത്തനങ്ങൾ നടത്തി തട്ടിപ്പ് നടത്തി അസാധാരണ സ്വാധീനമുള്ള ഒരാളായി ബിനു വാഴമുട്ടം മാറിയിരിക്കുന്നു. ഇത്തരക്കാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും. ബിനുവിന്റെ ഒരു തട്ടിപ്പ് രോഗശാന്തി ശുശ്രൂഷ കൂടി കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ കടുങ്കട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ ശക്തിയോടെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ ഭർത്താവ് ഇവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഇവിടെ കുടികെട്ടി അവിടെ ഭർത്താവ് മരിച്ചുപോയി. ആ ശക്തി അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി ഇവളെ ഒരു മാനസിക രോഗിയാക്കി അവിടെ മോളെ കെട്ടിക്കളഞ്ഞു. ഇന്ന് രാവിലെ എല്ലാം തിരിച്ചു വരാമോ? ഇത് വന്നിടത്തോട്ട് തിരിച്ചു പോകും. ഇന്ന് പോകും. അനിയത്തിയ ഇവിടെ മോളുണ്ടോ? വന്നില്ല, ഇറങ്ങി വാ. ഞാനീ പറഞ്ഞൊക്കെ സത്യ ഇല്ല, നിന്നെ ഞാൻ വിടത്തി. ഞാൻ പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. എല്ലാരും കൂടെ പ്രാർത്ഥിക്കണം. ഒരു കാര്യമുണ്ട്, ഇവിടെ ശരീരത്തിൽ നിന്ന് ഈ ശക്തി ഇപ്പൊ അഴിഞ്ഞു പോകും. വേണ്ട, ചേട്ടത്തിയാണ് അനിയത്തിയാണോ? ചേട്ടത്തിന്റെ ഓർമ്മലാവും. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും സകലാധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുക, എല്ലാരും കൂടെ കരമടിച്ച് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് പൊട്ടി അവിടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് പൊട്ടി. നീ എന്തിനാ അവിടെ ശരീരത്തിൽ കയറിയേ? എന്തിനാ കയറിയേ? കൊല്ലാൻ കയറിയതാ. എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. അവൻ അത്ഭുതത്തിന്റെ ദൈവമാ. ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ സുലഭമായി നടക്കുന്നു. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു ഉടമ്പടി സംവിധാനത്തിലൂടെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലിരിക്കുന്ന പണം അപഹരിച്ച് കോടിക്കണക്കിന് സ്വത്തുക്കൾ സമ്പാദിക്കലാണ് ഇവരുടെയൊക്കെ പരിപാടി. ഇവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് കുറേ ആൾക്കാർ ഇവർ തന്നെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. സാധാരണക്കാരായിട്ടുള്ള ചില ആളുകളെ ഇവർ ക്യാൻവാസ് ചെയ്ത് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് അങ്ങോട്ട് പ്രകടിപ്പിക്കുമ്പോഴത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് വിശ്വസിച്ച് പോകും.
കാരണം അത് അവരുടെ തെറ്റല്ല. അവർക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയാണ് അവർ ഈ ദൈവത്തെയും വിളിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ പോയി പെട്ടുപോകുന്നത്. അവസാനം പെട്ട് ചതിവിൽ വീണ് പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ചിലരൊക്കെ ഇത് അഭിമാനം മറന്നിട്ടാണെങ്കിലും തുറന്ന് പുറത്ത് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.